ഭയങ്കര ഫെമിനിസ്റ്റ്, നിങ്ങൾക്ക് അതൊന്നും പറ്റൂലല്ലോ എന്ന് പറയുമ്പോൾ നാച്ചുറലി വി ഗെറ്റ് വർക്ക്ഡ് അപ്പ്. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ തെങ്ങ് കയറാൻ പറ്റൂല, നിങ്ങൾക്ക് റോട്ടമിൽ മുത്രയ്ക്കാൻ പറ്റുമോ, ദാറ്റ് ഈസ് നോട്ട് നമ്മളെ എയിം. അതല്ല. വാഷ് ഓഫ് യുവർ ഹാൻഡ്സ് ബൈ സേയിങ് നോട്ട് ഓൾ മെൻ. ഞാൻ ഭയങ്കര നല്ലതാണ്, അതുകൊണ്ട് ഐ കനോട്ട് ആൻസർ ഫോർ അതേഴ്സ്. മെൻ ക്രൈ, അത് ഭയങ്കര എന്തോ നമുക്കത് ഭയങ്കര തമാശയാണ്, ആണുങ്ങൾ പൊട്ടിക്കരയുന്നത് കാണുന്നത്. അൺലെസ് ദർ ഇസ് ബാക്ക്ഗ്രൗണ്ട് സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്നുള്ള മ്യൂസിക് ഇല്ലെങ്കിൽ നമുക്ക് ആണുങ്ങൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും. നോട്ട് ഓൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐ കനോട്ട് റിമൂവ് മൈസെൽഫ് ഫ്രം ദ അട്രോസിറ്റീസ് ദാറ്റ് മൈ റിലിജിയൻ ഇസ് ഡൂയിങ്. ഐ ഹാവ് ടു കോൾ ഔട്ട് if there are loopholes in my religion to allow that violence to happen. My role is to correct that religion, not correct the rest of the world. Right? I cannot say bomb ഇട്ടപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എൻ്റെ സെക്ഷൻ ബോംബൊന്നും ഇടാറില്ല. നമ്മൾ ഭയങ്കര സമാധാന പ്രിയരാണ്, അതുകൊണ്ട് നമ്മൾ ബോംബ് ഇടല്ല. നിങ്ങൾ എല്ലാ മുസ്ലിംസിനെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഐ കനോട്ട് സേ ദാറ്റ്. Just Joel. Hi. Hi, Aisha. Hi. Okay, so let's start. Yeah, sure. So, ഇന്ന് നമ്മൾ ഫെമിനിസത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെമിനിസം എന്ന് പറയുമ്പോൾ ഒരു പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, പുരുഷന്മാർക്ക് എതിരെ എടുക്കുന്ന നയങ്ങളാണെന്ന്, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എ ഫിലോസഫി ദാറ്റ്സ് ആൻറ്റി മെൻ. പക്ഷേ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ കാണുന്നൊരു കാര്യമാണ്, അവരും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ആൻറ്റി മെൻ ആണെന്ന്. അപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, why feminism over equalism or humanism? Okay, the basic simplest answer that you can give is equality in what basis? Okay, equality can be class based avam, caste indavam, it can be race. I can say that all black lives adile verum, adile feminism verum, adile നമ്മളുടെ ഇപ്പം ബ്രാഹ്മൺ ദളിത് equality avam, maybe form of equality. I'm a female, I am facing issues, or I am being denied economical, political, social equalities. But you cannot call it equality because then it's too much of stuff coming in, right? Yeah. So that is why we do not want equality and feminism or egalitarianism. Please ask if I'm not being if I'm not giving you clarity. I'll try my level best. It's all right. I think I'm making sense. It might not be the same for you. Okay. So, yeah. Clear or no? Am I audible? Ipam you are, yes. Okay. Actually, and the basic ചോദ്യം is it how possible is for a man to be a feminist? ഞാൻ ചോദിക്കാൻ കാരണം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാർ സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ആന്റി മെൻ ആയിട്ട്, ഇല്ലെങ്കിൽ നോട്ട് ഓൾ മെൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര റിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോട്ട് ഓൾ മെൻ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് എ ഫാക്ട്. അപ്പം 90% അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി 99% ആൾക്കാരും റേപ്പിസ്റ്റ് ആയിക്കോട്ടെ, ബാക്കി 1% വരുമ്പം അതിനെ നോട്ട് ഓൾ മെൻ എന്ന് പറഞ്ഞല്ലേ പറ്റൂ. See, the problem with not all men is that it is cancelling out that, again, 99.5% of women are facing repression, sexism, misogyny in all forms. So you are cancelling out yes all women, right? No, ഞാൻ അങ്ങനെ ഒരു റിഗറസ് ആയിട്ടുള്ള റിയാക്ട് ചെയ്യാൻ അവർക്ക് ഇടയാക്കി. which is why that not all men nu pariyumbam you are cancelling out what has already happened to so many women. No. So the answer to rape should not, answer to any women, any atrocity faced by women should not be not all men. Not all men is not even an answer to it. You cannot answer somebody's a group of an entire population face ചെയ്യുന്ന ഒരു atrocity ne not all men പറഞ്ഞിട്ട് you cannot cancel. That is the issue here, which is why people react very badly. Yeah. When you say and also
another theory or another point of view of feminist is also that you cannot wash off your hands by saying not all men. ഞാൻ ഭയങ്കര നല്ലതാണ്, അതുകൊണ്ട് I cannot answer for others, which cancels out your position as an ally to feminists. Being an ally to feminists is also that you call out men or you call out your fellow members for the atrocities that they're doing. Instead of doing that, where you're saying, see, men should become more, they should be feminist, they should be allies to feminist, or that they should start talking up, calling out men making rapist jokes or sexist jokes. When you say not all men, you are നമ്മൾ നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്, അപ്പം we are not going to call it out എന്നുള്ള ഒരു ഫീലിംഗ് വരും. I'm not saying yes all men. Definitely we cannot say yes all men. Just it's exactly like how, see, all Muslims are not terrorists എന്ന് പറയുന്നതോ അല്ലെങ്കിൽ all what else is there, all I can't think of another example. അത് തന്നെയാണ് എനിക്ക് അതായത് ഇവിടെ ഹ്യൂമൻ ഹിസ്റ്ററി ആണെങ്കിൽ as somebody who comes from a Muslim background, though I am an atheist, as a Muslim who comes from the background, I cannot say not all Muslims are terrorists. I cannot remove myself from the atrocities that my religion is doing. I have to call out if there are loopholes in my religion to allow that violence to happen. My role is to correct that religion, not correct the rest of the world. Yeah. Right, I cannot say bomb ഇട്ടപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ എൻ്റെ സെക്ഷൻ ബോംബൊന്നും ഇടാറില്ല, നമ്മൾ ഭയങ്കര സമാധാന പ്രിയരാണ്, അതുകൊണ്ട് നമ്മൾ ബോംബ് ഇടല്ല, നിങ്ങൾ എല്ലാ മുസ്ലിംസിനെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് I cannot say that, because if I call myself a Muslim, if I believe in that, I cannot stand in that and then deny that this has happened because of my religion, if it has happened in the name of the religion. What a true Muslim or what a true believer would do is, see, what you've done is wrong. You tell that to the Muslims. You don't tell the rest of the world, you cannot. What you can say is, I stand in the group and I tell the Muslims that, listen, this is wrong. This is not what our religion or what your religion is saying. This is what it should be. Or if it is wrong in the religion, we should start correcting it. Okay. The world is moved on. We cannot say, 1500 kollam mumbe it was said that non-Muslims in a konno nu varnittu. We cannot keep doing that all our lives. We have to change, which should also come from men. And when you see simple things like locker room talks, yeah, you hear that a lot. കാരണം നമ്മൾ ഫ്രണ്ട്സ് തമ്മിലാ പറഞ്ഞത്, നമ്മൾ പുറത്തൊരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് is not an answer actually. That is where it should start. Even if it is two friends sitting, when you make a sexist joke or you're calling somebody names or anything, it starts from there. You think it's okay. If you think it's okay secretly to rape, it's just that you're not acting on it. Inside you think it's funny, it's okay, it's ഇതെന്നുള്ളത്. അതാണ് not all men പറയുമ്പോഴുള്ള റിയാക്ഷൻ വരുന്നത് അതുകൊണ്ടാണ്. Because you're not ready to correct from within the group. You're again taking the background and saying നമ്മൾ അതിൽ പെട്ടതല്ല. You're removing yourself from that. അപ്പം ഇതില് പെടാത്ത ഒരു വിഭാഗം എന്തായാലും കാണുമല്ലോ, അതായത് ഇത് തെറ്റാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സെക്ഷൻ പുരുഷന്മാർ കാണുമല്ലോ. ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുമ്പോൾ നമുക്കതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ ഡിഫൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അല്ലാതെ നമ്മൾ മൊത്തം ഇപ്പം ഫോർ എക്സാമ്പിൾ മതത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാ വിശ്വാസികളും തെറ്റാണെന്ന് പറയാതെ മതത്തിന്റെ ഇന്ന കാര്യങ്ങളാണ് അവരെ ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ കളയുന്നതല്ല. Which is happening in feminism, which is why we're calling out how patriarchy is also affecting men. Yeah. See, feminism, we don't think that patriarchy പെണ്ണുങ്ങളെ മാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് patriarchy കൊണ്ട് ബുദ്ധിമുട്ടെന്ന് we are not saying. We are saying it is equally denying men a lot of normal emotions, denying men from being understanding even. അതായത് നമ്മൾ
ഇപ്പം നമ്മളിപ്പം ഭാര്യനെ കുറിച്ച് നല്ലത് പറയുന്നത് ഇസ് കൺസിഡേർഡ് ഒരു ഭയങ്കര എന്തോ ഒരു പാവാട, അവളുടെ പാവാടയും തങ്ങി നടക്കുകയാണ് എന്നുള്ള ഒരു, ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ആർ ഡിനൈയിങ് മെൻ, ദാറ്റ് ക്രൈയിങ് മെൻ, മെൻ ക്രൈ, അത് ഭയങ്കര എന്തോ, നമുക്കത് ഭയങ്കര തമാശയാണ് ആണുങ്ങൾ പൊട്ടിക്കരയുന്നത് കാണുന്നത്. അൺലെസ് ദർ ഇസ് ബാക്ക്ഗ്രൗണ്ട് സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്നുള്ള മ്യൂസിക് ഇല്ലെങ്കിൽ നമുക്ക് ആണുങ്ങൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും. തിങ്സ് ലൈക്ക് ദാറ്റ്. സോ യെസ്, likewise there is, എന്താ പറയാ, നിങ്ങൾ പറഞ്ഞ മാതിരി there has to be an awareness created on how to address it. A lot of men do not know. And one thing I always also say is that men do not also, not men, a lot of people who does not, എന്താ പറയാ, ഫെമിനിസത്തിനോട് യോജിച്ച് നിൽക്കാത്ത ആൾക്കാർക്ക് they don't know how to ask questions even. നമ്മൾ പഠിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ എന്ന് പറയും, പക്ഷെ ആ ചോദ്യത്തിന് തെറിച്ച കൊളത്ത് അങ്ങനെ കളിയാക്കിട്ടോ നിങ്ങൾ ഭയങ്കര ഫെമിനിസ്റ്റ്, നിങ്ങൾക്ക് അതൊന്നും പറ്റൂലല്ലോ എന്ന് പറയുമ്പോൾ നാച്ചുറലി വി ഗെറ്റ് വർക്ക്ഡ് അപ്പ്. ഇഫ് ഇറ്റ് വാസ് ട്രൂലി അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഫെമിനിസം ഓർ ബീങ് allied to a feminist എന്നുള്ളതാണെങ്കിൽ നമ്മൾ അറിയാൻ ചോദിക്കുന്നതും നമ്മൾ കൊളത്താൻ ചോദിക്കുന്നതും തമ്മിൽ there is a big difference. So I also think that learning feminism is a lot about asking questions, how to ask questions എന്നുള്ളത്. How to, if you want to understand feminism, അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരണം. അല്ലാതെ കളിയാക്കിയിട്ടാ നിങ്ങൾക്ക് തെങ്ങ് കയറാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നമുക്ക് തെങ്ങ് കയറാൻ ഇപ്പം പറ്റൂല, കാരണം ഓവർ ദ ഇയേഴ്സ് നമ്മൾ ആരും ട്രെയിൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ തെങ്ങ് കയറാൻ പറ്റൂല, അങ്ങക്ക് റോട്ടമിൽ മുത്രയ്ക്കാൻ പറ്റുമോ, ദാറ്റ് ഇസ് നോട്ട് നമ്മളെ എയിം. അതല്ല റോട്ടമിൽ മൂത്രം ഒഴിക്കൽ എല്ലാ പെണ്ണുങ്ങളുടെ എയിം എന്നുള്ളത് ഡസ് നോട്ട് കം. അപ്പം നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഇസ് നോട്ട് ഇത്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡു യു തിങ്ക് റിലീജിയൻ ഇസ് എ ഹിൻഡ്രൻസ് ടു എൻഷുറിംഗ് ഇക്വാളിറ്റി? This might seem to be like a very naive question, like എന്താ പറയുന്നത്, ഒരു it is actually not. കാരണം there is a lot of എന്താ പറയാ, religion is feminist എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള there is a lot going on now. Especially with because I come from the Islam background, I see a lot of Islamic feminism going around, which I for me at least, I don't know for the rest of those who believe that you can be feminist and Islam. For me it makes no sense, because you need to start, if you work from the basic of it, where you need political, economical, social equality എന്ന് പറയുമ്പോൾ തന്നെ, simple thing, Islamically you do not have one single female prophet. You don't have female imam nikkan padla. You cannot head a mosque. You cannot mix with a male. You cannot stand with him and pray even. Completely you have to be removed from any sphere that men is working in. Pinna, of course, social, economic, political, everything they don't have a stand. Avada thanne you've lost on feminism, because the entire definition of feminism is that you get all sort of equality to be in every sphere that man is in. That is denied. You cannot you cannot even work-wise, second class citizens. Even work-wise if you're looking at taking up a career, Islam has clear rules on where women can be seen and not. If you follow like Islam in the, if you're talking just based on Islam in the two books, the Quran and the Hadith, അതിൽ വെച്ചിട്ട് ഇവർ അതിന് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ I think it's tailor-made Islam. Either you follow Islam as it is, or you say this is the Islam that I believe in, or this is the Islam that I want to believe in. Appo I think we've lost plot, which I think is also the same in every other religion. Cherry picking basically. Cherry picking, tailor-made sadhanam. Because if see, we believe in a religion. Religion, there is the basic rules. There is a book you go back to. Adu Hinduism, Christianity, Islam, Judaism, there is that book you go to get your rules.
അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദറ്റ് യു ആർ നോട്ട് ഈക്വൽ എന്നുള്ള. പക്ഷെ നമ്മൾ അത് ഇല്ല, അത് വി ആർ ഇഗ്നോറിംഗ് ദിസ് പാർട്ട്, വി ആർ ടേക്കിംഗ് ഓഫ് ദിസ് പാർട്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, ഐ ആക്ച്വലി വോണ്ട് റിലിജൻ ടു ബി ദാറ്റ്. അപ്പൊ യു സേ ദറ്റ് ഓക്കെ ദിസ് ഇസ് ദ കൈൻഡ് ഇസ്ലാം ലെറ്റ്സ് യു ഡു ദാറ്റ് എന്നുള്ളത്. ഓർ ഐ ലൈക്ക് റിലിജൻസ് ലൈക്ക് ദാറ്റ്, വേർ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം, ജോളി, നോബഡി ഈസ് ജഡ്ജിങ് യു. ഇത് തലയിൽ ഇപ്പം കുറെ there is a lot of Islamic feminist things there, തലയിൽ ഇടണം എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, മാറി മറിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. It's confusing where it comes from. So yeah. So do you think ഈ റിലീജിയൻ മൊത്തത്തിൽ തുടച്ചു നീക്കണം for ensuring equality? അങ്ങനെ തോന്നുന്നുണ്ടോ? I'm an atheist. Yeah, that's more than enough, I guess. It's a wrong person to ask. പക്ഷെ എന്നാലും see, I do not tell people നിങ്ങൾ you cannot be really. I've never told anybody നിങ്ങൾ വിശ്വാസം നിർത്തണം. കാരണം I very strongly believe it's a very personal journey to take. Yeah, personal choice. Where it takes you through your social ഇതിലാണെങ്കിലും through your emotional ഇതിലാണെങ്കിലും. A lot of people that I know, including എൻ്റെ family, are very religious people. And for me, it's a bhayankara crutch for them. It's an emotional crutch. I will not kick that out from them and say, "Anundi nadano ennu enakku parayan pattula." It is avarkku adu kodukkunna dhairyam, the kind of avarde social life is around it. ആ പള്ളിയിൽ പോകുന്നത്, അവിടെ ആൾക്കാരെ കാണുന്നത്, ആ പ്രാർത്ഥിക്കുന്നത് ഒക്കെ അവർക്ക് ഭയങ്കര ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. People like me, we found our emotional anchor, namala environment occurs in different things. It can be anything. It can be going out with friends, it can be reading a book. We found our own ways of handling stress and handling things in life. For them it is religion, and I will not, at least I don't want to take that out and say adu live idil ennallathu. Adonde I think religion does ippam at least does play a big role in a lot of people's life. ഇസ്ലാം പോലെ ഒരു ഭയങ്കര അസഹിഷ്ണുതയുള്ള ഒരു റിലീജിയന്റെ അകത്ത് നിന്ന് അതിനെതിരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ we have like Ayan Hirsi Ali, Malala Yousafzai, now we got Aisha. Malala Yousafzai does not speak against Islam. No, I mean education വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ somewhat it's like against Islam only. Islam has never been against education ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം Islam is supported education. പക്ഷേ yes, like I said again, it is evolved. Yeah. Education is one part where we had a renaissance and women were allowed to get educated. അതുകൊണ്ട് Malala Yousafzai, I don't think she stood against ഇതൊന്നും. One person I found is Asra Nomani. Hates her, I think. പാകിസ്ഥാനിലൊക്കെ ഭയങ്കര മോശപ്പെട്ട അത് I think it's more political rather than, കാരണം നമ്മളെ നാടിനെ മാറ്റിച്ചു എന്നുള്ളൊരു ഇതായിരിക്കണം. അല്ലാതെ she never said things against Islam as such. Okay. ഇസ്ലാമിന്റെ ഒരു സ്റ്റീരിയോടൈപ്പിനെ ബ്രേക്ക് ചെയ്ത് കുറച്ച് അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് ആണ് ഞാൻ കാണുന്നത്. There is Asra Nomani എന്ന് പറഞ്ഞിട്ട് who actually I like a little bit. Because yeah. So she's a good speaker, huh? A lot of respect for your courage, what you're doing. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇസ്ലാമിന്റെ അകത്ത് നിന്നിട്ട് അതിനെതിരെ സംസാരിക്കുമ്പോൾ do you have any personal experience like threatening or every day? And the people have, and the biggest worry right now is people have stopped threatening me or telling me things. The strangest thing that is happening right now is they're calling up. Innale vare I got a voice note from a girl, which obviously I can't make public or even share anywhere, which is sad, because she might be I don't know, threatened or kicked out of the Jamaat that I belong to. Where apparently they've started looking through girls who are liking my posts. They are picking out people from our Jamaat. They're calling them up. They're calling their parents.
ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് അപ്പാരന്റ്ലി ദേ മേക്കിംഗ് എ ലിസ്റ്റ്. ഐ ഡോണ്ട് നോ ഫോർ വാട്ട്. ലൈറ്റ് കുറവാണ് അവിടെ, സോറി. So it's actually a bit worrying for me because എനിക്ക് പുല്ല് എന്നുള്ള ലൈനാണ് ഇപ്പം. ഐ എം നോട്ട് വറിഡ്. എനിക്ക് വേണ്ടിയിട്ട് പേഴ്സണലി എനിക്ക് I have nothing to lose എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, unless they physically attack me, which I don't think they will, because the Jamaat I come from is not that. It's not a physically attacking either. And they don't pay my bills, they don't, എൻ്റെ എന്താ ഗ്യാസ് വാങ്ങി തരുന്നില്ല, എൻ്റെ അരി ഒന്നും ഒരല്ല സപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ വരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രോഫിറ്റിന്റെ കാർട്ടൂൺ വരച്ചപ്പോ കേരളത്തിൽ വരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഐ എം തിങ്കിങ് അങ്ങനത്തെ പേടി ഒന്നുമില്ല. പക്ഷെ ഐ എം worried for these girls because I don't know what stress they can take, especially കുറെ കുട്ടികൾ സ്റ്റുഡൻസ് ആണ്, they are young. I don't know how their parents will react to it. I tell a lot of them to, unless you are really sure of where you're going, please don't get into all this right now. Take your time. Like I think you should be worried. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിറ്റുവേഷനും പല അനുഭവങ്ങളും പല ആൾക്കാരുടെ നോക്കുന്ന സമയത്ത് I think it is a bit worrying. അല്ലേ? It is worrying, but for me it is also that you can't keep living a lie, you know. Yeah, that's true. But of course, Purdy and physical attack is I agree, is a reason to be quiet. But I think I've crossed that one point where I've been an atheist for what, 10 years now, 8 to 10, no, plus 10 plus years. ഇത്രയും കാലം you've been like അതിങ്ങനെ ഇതാക്കി you're agreeing to a lot of things you don't want to agree to. It affects your life. You can't do a lot of things that you want to. At the end of the I remember I wanted all my life I had wanted to become a journalist. പക്ഷെ ആ പോയിന്റ് എത്തിയപ്പം I was told journalist ആവാൻ പറ്റൂല, കാരണം അന്യ പുരുഷന്മാരെ കാണേണ്ടി വരും. എന്ത് സമയമാണ് അതിന് പറയാ, തെറ്റായ സമയത്തിന് അന്യസമയം അല്ല, അസമയം. അസമയത്ത് ഇറങ്ങി നടക്കേണ്ടി വരും, പല മീറ്റിങ്ങിനും പോകേണ്ടി വരും, പല രാജ്യത്തും പോകേണ്ടി വരും, പലരും വിളിക്കും, അപ്പോഴൊക്കെ കെട്ടിയെടുത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് ജേർണലിസം പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് I was denied the എന്താ പറയാ പെർമിഷൻ ടു ജോയിൻ ജേർണലിസം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ അടുത്ത സ്റ്റെപ്പായി MSW കയറിയത്. അപ്പൊ MSW ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പീപ്പിൾ ഡിഡ് നോ. ഒരു വിചാരിച്ച് ഞാൻ മദർ തെരേസന്റെ ഒക്കെ മാതിരി സോഷ്യൽ വർക്ക് ചെയ്ത് നടക്കുന്നതാണ് MSW എന്ന് വിചാരിച്ചു പോയി. ആൻഡ് അപ്പാരന്റ്ലി റൈറ്റ് നൗ a lot of them are saying മതി MSW ഒന്നും പഠിക്കേണ്ട, ആയിഷന്റെ മാതിരി ആവാനല്ലേ എന്ന്. I mean, now I am the reason that a lot of girls are denied MSW. So yeah. Yeah, so I think any I'm at a point in life where at least I don't know if I'll go back and purdichittokka mindade aavo nokka, because that's the political situation we are all in. Oru point il maybe I'll just shut up and the profile like oru പക്ഷേ നിശബ്ദമായിരിക്കും. പക്ഷേ like everyone else മറ്റേ ഒരാൾ തോക്കോ ഇതൊക്കെ കൊണ്ട് വെട്ടുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പേടിക്കും, 100% ഞാൻ പേടിക്കും. ഞാൻ നെഞ്ചൊന്നും വിരിച്ചു നിന്നൊന്നും കൊടുക്കൂല, ഞാൻ തിരിഞ്ഞോടും. പക്ഷെ പറയാൻ ധൈര്യമുള്ളപ്പോ പറഞ്ഞു തീർക്കുക, അത്രേ ഉള്ളൂ.